ചുഴലിക്കാറ്റ് കരതൊട്ടതിനു പിന്നാലെ പശ്ചിമ ബംഗാളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ. 2 മരണം. കൊൽക്കത്തയിൽ മതിലിടിഞ്ഞു വീണാണ് ഒരാൾ മരിച്ചത്. പശ്ചിമ ബംഗാളിന്റെ തീരമേഖലയിൽ റെഡ് അലർട്ട് തുടരുകയാണ്. കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്ന് സർവീസുകൾ പുനരാരംഭിച്ചു. വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. നിതിൻ, കാര്യമായ ആഘാതമൊന്നും റമൽ ചുഴലിക്കാറ്റ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞെങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പശ്ചിമ ബംഗാൾ പൂർണ്ണ സജ്ജമാണെന്ന് ഇന്നലെ തന്നെ ഗവർണറും മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നല്ലോ. ക്രിസ്റ്റീന, പലയിടങ്ങളിലും നാശനഷ്ടം വിതച്ചാണ് റമൽ ചുഴലിക്കാറ്റ് തീരം തൊട്ടത്. 2 മരണം റിപ്പോർട്ട് ചെയ്തു. ഒന്ന് കൊൽക്കത്തയിൽ മതിൽ ഇടിഞ്ഞു വീണും, അതോടൊപ്പം തന്നെ നോർത്ത് 24 പർഗാനാസിൽ ഒരു മരം വീണുമാണ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഇപ്പോഴും ഉണ്ട്. കൂടാതെ നോർത്ത് 24 പർഗാന ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും എല്ലാം തന്നെ സജ്ജമായി തന്നെ ഇപ്പോഴും പലയിടങ്ങളിലും ഈ ഒരു നാശനഷ്ടം എല്ലാം തന്നെ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കനത്ത മഴ ഹൂഗ്ലി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. കൂടാതെ അസം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും വടക്കൻ സംസ്ഥാനങ്ങളിലടക്കം റെഡ് അലർട്ടിൽ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വിമാനത്താവളത്തിൽ കൊൽക്കത്ത വിമാനത്താവളത്തിൽ ഇപ്പോൾ സർവീസുകൾ എന്തിനെ പുനരാരംഭിച്ചതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.